നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെറോദയുടെ NRI അക്കൗണ്ട് എങ്ങനെ ഓൺലൈനായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ ഒരു പിക്ചോറിയൽ ഫ്ലോ ചാർട്ട് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു പ്രൊസീജിയർ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്നതിനും അവർക്ക് ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിനും വേണ്ടിയാണ്. അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടത് സെറോദയുടെ NRI അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ വരുന്നവര് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് NRI അക്കൗണ്ട് ഓപ്പണിംഗിന്റെ വെബ്സൈറ്റിന്റെ ലിങ്ക് ആണ്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യമേ നിങ്ങൾ ഇമെയിൽ ID ചോദിക്കും, എൻട്രി ചെയ്ത് കൊടുക്കുക. ഇമെയിലേക്ക് ഒരു OTP വരും. അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇമെയിൽ നമ്മൾ വെരിഫൈ ആയിട്ടുണ്ട്. അതിനുശേഷം മൊബൈൽ നമ്പർ ചോദിക്കും, മൊബൈൽ നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കുക. വാട്സപ്പിലേക്ക് OTP വരും, അത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ വെരിഫിക്കേഷനും കഴിഞ്ഞു. അതിനുശേഷം ഇവിടെ അക്കൗണ്ട് ടൈപ്പ് ചോദിക്കും. അവിടെ രണ്ട് തരം അക്കൗണ്ട് ആണുള്ളത്, ഒന്നുകിൽ NRO അല്ലെങ്കിൽ NRE. അപ്പൊ നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇൻകം വരുന്നുണ്ട്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്കിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിലും ഇൻട്രാഡേയിലും ഒക്കെ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ NRO നോൺ PAS അക്കൗണ്ട് ആണ് ഓപ്പൺ ആക്കേണ്ടത്. അതല്ല നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്കിലും മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമേ താല്പര്യമുള്ളൂ, ട്രേഡ് ചെയ്യാൻ താല്പര്യമില്ല, അതുപോലെ തന്നെ ഫോറിനിൽ നിന്നുള്ള ഇൻകം ആണ് മേജർ ആയിട്ട് വരുന്നത് എങ്കിൽ നിങ്ങൾ NRE PAS അക്കൗണ്ട് ആണ് ഓപ്പൺ ആക്കേണ്ടത്. അപ്പം NRE PAS അക്കൗണ്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഒരു PAS ലെറ്ററിന്റെ ആവശ്യം ഉണ്ട്. ഇനി കോമൺ ആയിട്ട് NRO നോൺ PAS അക്കൗണ്ട് ആണ് പൊതുവെ NRIs ഓപ്പൺ ആക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ശരിയായ അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പാൻ ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ശരിയായ പാൻ ഡീറ്റെയിൽസ് എൻട്രി ചെയ്ത് കൊടുക്കുക. NRIസിന് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ വേണ്ടി 500 രൂപ ഫീസ് പേയ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. പേയ്മെന്റ് ചെയ്യുക ഓൺലൈൻ ആയിട്ട് തന്നെ. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങളുടെ ഓക്യുപ്പേഷൻ, സാലറി, എന്തെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടർ, പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് ഓർ നോട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊന്ന് എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബാങ്ക് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഡോക്യുമെന്റ്സ് ചോദിക്കും, സിഗ്നേച്ചർ, അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫ്, ബാക്കിയുള്ള ഡോക്യുമെന്റ്സ് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു പേജിൽ. അപ്പൊ ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് വെബ് ക്യാം വെരിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്യാമറ ഉപയോഗിച്ച് തന്നെ നമ്മുടെ കയ്യിൽ ഒരു 4 OTP പോലെ ഒരു പിൻ ഉണ്ടാവും. ആ ഒരു പിന്ന് കാണിച്ചുകൊണ്ട് നമ്മുടെ ഫേസും കൂടെ കാണിച്ചുകൊണ്ട് വീഡിയോ ഇൻ പേഴ്സൺ വെരിഫിക്കേഷൻ, വീഡിയോ വെബ് ക്യാം വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളോട് FATCA ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്യാൻ പറയും. ഏത് രാജ്യത്തെയാണോ നമ്മുടെ ടാക്സ് കൊടുക്കേണ്ടത് ആ ഒരു രാജ്യം സെലക്ട് ചെയ്ത് കൊടുത്ത് മുമ്പോട്ട് പോകുക. അപ്പൊ ഇവിടം വരെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈൻ ചെയ്തു. ഇനിയാണ് നമ്മൾ ഓൺലൈൻ ആയിട്ടാണോ ഓഫ്ലൈൻ ആയിട്ടാണോ ഇത് ഫിനിഷ് ചെയ്യുന്ന അക്കൗണ്ട് ഓപ്പണിംഗ് എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ NRIs, ഇന്ത്യയിലുള്ള NRIs ആണെങ്കിൽ അവർക്ക് തികച്ചും ഓൺലൈൻ ആയിട്ട് സൈൻ ചെയ്ത് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഡിജിയോ എന്ന് പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ അവിടെ കൊറിയർ ഒന്നും ഡോക്യുമെന്റ്സ് ഫിസിക്കലായിട്ട് അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ആകെപ്പാട് ചെയ്യേണ്ടത് ഇത്രയും സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും അവിടെ ഇമിഗ്രേഷൻ കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, ഡിജിറ്റൽ ആയിട്ട് സൈൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക പ്രൊസീജിയർ എന്നുള്ളതാണ് NRIs ഇന്ത്യയിലുള്ളവരാണെങ്കിൽ, ഇന്ത്യയിലുള്ള NRIs ആണെങ്കിൽ ചെയ്യേണ്ടത്. അതല്ല നമ്മുടെ ലൊക്കേഷൻ ഔട്ട്സൈഡ് ഇന്ത്യയാണ് NRIs എങ്കിൽ അവരെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം അത് പ്രിന്റ് ചെയ്യുക, ഫോംസ് എല്ലാം സൈൻ ചെയ്യുക, അതിനുശേഷം നോട്ടറൈസ് ചെയ്യുക, അതിനുശേഷം കൊറിയർ ആയിട്ട് സെറോദയുടെ ഓഫീസിലേക്ക്, ബാംഗ്ലൂർ ഓഫീസിലേക്ക് അയക്കുക. അതിനുശേഷം ഇവര് ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്ത്, കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്ത് അവർ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ. ഒരു കാര്യം ഓർത്തിരിക്കുക, ഫിസിക്കലായിട്ടാണ് ഡോക്യുമെന്റ്സ് അയച്ചു കൊടുക്കുന്നതെങ്കിൽ അവിടെ കുറച്ച് ഫോംസ് നമ്മൾ ഫിസിക്കലായിട്ട് പ്രിന്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഫിസിക്കൽ ഫോംസിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഫോംസും ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ഫോംസും ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വളരെ സിമ്പിൾ പ്രൊസീജിയർ ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് സെറോദ NRI അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ആവശ്യമുള്ള ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഡയറക്റ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കംപ്ലീറ്റ് ആയിട്ട് അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.